അങ്ങനെ ചോദിച്ചുകൊണ്ട് തുടരെ ചോദിക്കാണ്, നിങ്ങളല്ലേ മഹദിമാം, നിങ്ങളല്ലേ മഹദിമാം. ഈ 313 ആൾക്കാർ വിടുന്നില്ല, എപ്പോഴും ഉറച്ചു തന്നെ പടച്ചന്. ഈ 313 എന്താ ചുറ്റുവട്ടം കൂടി ചോദിക്കുന്നത്? ഉത്തരം കിട്ടുന്നവരെ ചോദിച്ചു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറഞ്ഞു തരാം, പക്ഷെ 30 വിഷയങ്ങൾ നിങ്ങൾ എന്നോട് ബൈഅത്ത് ചെയ്യണം. എന്നാ ഞാൻ ആരാന്ന് പറഞ്ഞു തരും. ആ 30 കാര്യങ്ങൾ ഒന്നിനും മാറ്റം വരുത്താൻ പാടില്ല. നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് നിന്ന് 30 എണ്ണം നിങ്ങൾ സ്വീകരിച്ചാൽ എന്റെ ഭാഗത്ത് നിന്ന് 8 കാര്യങ്ങൾ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു തരും. ശരി, ഞങ്ങൾ അതിന് ഒരുക്കാണെന്ന് പറഞ്ഞു. ജനങ്ങൾ പറഞ്ഞു, പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പുത്രനല്ലേ, നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ 313 ആളുകളെയും കൂട്ടി സ്വഫാ പർവ്വതത്തിലേക്ക് പുറപ്പെടും. അവിടെ എത്തിയിട്ട് മഹാനവറുകൾ പറയും, അനമഅക്കും, ഞാൻ നിങ്ങളോടൊപ്പം സദാ സമയത്തുമുണ്ട്. പക്ഷേ ഒന്നാമത്തെ നിബന്ധന അല്ലാ തുവല്ലൂ, പിന്തിരിഞ്ഞു പോകരുത്. ഉറച്ചു നിൽക്കണം, തിരിയാൻ പാടില്ല, ഉറച്ചു നിൽക്കണം. രണ്ടാമത്തത് വലാ തുസ്രിഫൂ, ഒരു കാര്യത്തിലും ദുർവ്യയം ചെയ്യരുത്, അമിതം ചെയ്യരുത്. വലാ തസ്നൂ, സിന ചെയ്യരുത്. വലാ തഖ്തുലൂ മുഹറമാ, നിഷിദ്ധമാക്കപ്പെട്ട ഒന്നിനെയും കൊല്ലരുത്. മനുഷ്യന്മാരെ മാത്രല്ല, ചില സ്ഥലത്ത് ജീവികളെയും കൊല്ലാൻ പറ്റൂല, ഹറമിൽ അങ്ങനെയാണ്. മുഹറമായ ഒന്നിനെയും കൊല്ലരുത്. വലാ തഅ്തൂ ഫാഹിശതൻ, ഒരു നീചവൃത്തിയോടും സമീപിക്കരുത്. വലാ തദ്രിബൂ അഹദൻ ഇല്ലാ ബിഹഖിഹി, അർഹതയില്ലാതെ ഒരാളെയും അടിക്കരുത്. അന്നത്തെ ബൈഅത്താണ്. വലാ തക്നുസൂ ദഹബൻ വലാ ഫില്ലതൻ വലാ തിബ്റൻ വലാ ശഈറാ, സ്വർണമോ വെള്ളിയോ സ്വർണക്കട്ടിയോ അല്ലെങ്കിൽ തൊലിക്കോതമ്പോ ഒന്നും സൂക്ഷിച്ചു വെക്കരുത്. നിങ്ങളെ കയ്യിൽ വല്ലതുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കണം. അതൊക്കെ ഒരു വല്ലാത്ത ബൈഅത്താണ്. ഒന്നും എടുത്തേക്കാൻ പാടില്ല, ഒന്നും നാളേക്ക് അത്രയും ഉറപ്പിൽ നിൽക്കണം. എന്നാ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ ശരിക്കും പറഞ്ഞു തരും. ഇതൊക്കെ അവരിങ്ങനെ കേൾക്കാൻ. എവിടുന്നാണ്? സ്വഫാ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച്. അന്നത്തെ സൊഫ എന്ന് പറഞ്ഞാൽ, ഈ വരുന്ന കാലത്തുള്ള സൊഫ എന്ന് പറഞ്ഞാൽ, അവിടെ സൊഫയുടെ ഒരു രൂപഭാവങ്ങൾ ഇപ്പോഴും ചെറിയ രൂപത്തിലൊക്കെ ഉണ്ടല്ലോ. സൊഫ മറുവ നമ്മൾ സായി ചെയ്യുന്നതിന്റെ ഭാഗല്ലേ. അവിടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരുമിച്ചു കൂടും. അല്ലാതെ പർവ്വതൊക്കെ എന്ന് പോയിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരുമിച്ചു കൂടും, മക്കയിൽ തന്നെ. പിന്നെ പറയുന്നു, വലാ തഅ്കുലൂ മാലൽ യതീം, അനാഥയുടെ സ്വത്ത് ഭക്ഷിക്കരുത്. വലാ തശ്ഹദൂ ബിഗൈരി മാ തഅലമൂൻ, അറിയാത്തതിന് സാക്ഷി നിൽക്കരുത്. ഇപ്പോഴത്തെ കാലത്തൊക്കെ ക്യാഷ് കിട്ടുന്ന നമ്പർ 1 കാര്യമാണത്. പോയി സാക്ഷി നിന്നാ മതി. അയാൾ ആ സംബോധന കണ്ടിട്ടുണ്ടാവും. സാക്ഷിയായിട്ട് പോയി നിന്നാ മതി, കിട്ടേണ്ടത് അങ്ങനെ അക്കൗണ്ടിലേക്ക് വന്നോളൂ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ വസൂലാക്കുന്ന ഒരു സംഗതിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, ഖിയാമത്ത് നാൾ അടയാളായിട്ട് ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യം. അയാൾ അങ്ങനൊന്നുമല്ല, അയാൾ അങ്ങനെ പ്രശ്നമുള്ള ആളൊന്നുമല്ല, ഞാൻ നല്ല പരിചയമുള്ള ആളാണ് എന്നും പറഞ്ഞ് മഹാകുറ്റവാളിയെ ഇറക്കിക്കൊണ്ടുവരാം. അതല്ലേ ഇത് നടക്കുന്നത് കൂടുതലും. ഏത് നിൽക്കാണെങ്കിൽ കൂട്ടി നോക്ക്, അതിന് നിൽക്കരുത്. വലാ തുഖർരിബൂ മുസദ്ദിദൻ വലാ തുഖർരിബൂ മസ്ജിദൻ, ഒരു പള്ളിയെയും നിങ്ങൾ ശൂന്യമാക്കരുത്, തകർക്കരുത്. വലാ തഖ്ബഹൂ മുസ്ലിമൻ, ഒരു മുസ്ലിമിനോടും ചീത്ത പറയരുത്, അനാവശ്യം പറയരുത്. വലാ തുഅ്ലിനൂ മുആജിറൻ ഇല്ലാ ബിഹഖിഹി, നിങ്ങളോടുകൂടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൂലിക്ക് നിങ്ങൾ ഒരാളെ വിളിച്ചാൽ അയാൾ നിങ്ങളെ കൂലിക്കാരനെ നിങ്ങൾ ആക്ഷേപിക്കരുത്. വലാ തൽഅനൂ, നിങ്ങൾ ആക്ഷേപിക്കരുത്. ഇല്ലാ ബിഹഖിഹി, ശപിക്കരുത്, അർഹതയില്ലാതെ ശപിക്കരുത്. വലാ തുശ്രിബൂ മുസ്കിറ തശ്റബൂ മുസ്കിറൻ, മസ്താകുന്ന ഒന്നും കുടിക്കരുത്. വലാ തൽബസു ദഹബ വലൽ ഹരീറ വലദ് ദിബാജ്, പട്ടുവസ്ത്രം ധരിക്കരുത്, സ്വർണം ധരിക്കരുത്. വലാ തബിഉഹാ റിബൻ, പലിശക്കത് വിൽപ്പന നടത്തരുത്. വലാ തുസ്ഫികൂ ദമൻ ഹറാമൻ, നിഷിദ്ധമായ രക്തവും നിങ്ങൾ ചൊരിക്കരുത്. വലാ തഖ്ദറൂ ബിമുസ്തഅ്മിനിൻ, വിശ്വാസം നൽകിയ വിശ്വസ്തരായ ഒരാളുടെയും വിശ്വാസത്തെ നിങ്ങൾ ലംഘിക്കരുത്. വലാ തബ്ഖൂ വലാ കാഫിരിൻ വലാ മുനാഫിഖിൻ, ഒരു കാഫിറായ മനുഷ്യനും മുനാഫിഖായ ആൾക്കും ജീവിക്കാനുള്ള സംവിധാനവും സൗകര്യവും നിങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കരുത്. കാരണം അവരൊക്കെ തക്കം കിട്ടിയാൽ ഞങ്ങളെ ചതിക്കും, ഓല വല വയ്ക്കൂട്ടേക്ക്.
വതൽബസൂനൽ ഖശിന മിനൽ സിയാബ്, പരുക്കൻ വസ്ത്രം ധരിക്കണം. തതവസ്സദൂന തുറാബ അലൽ ഖുദൂദ്, മണ്ണ് തലയിണയാക്കി വെക്കണം. അങ്ങനെ ദുനിയാവിൽ ഇങ്ങനെയൊക്കെയുള്ള സുഖങ്ങളാണ് നിങ്ങൾ സുഖിക്കേണ്ടത്. അപ്പോഴേ നമ്മളെ കൂടെ നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. തുജാഹിദൂന ഫില്ലാഹി ഹഖ്ക ജിഹാദി, പോരാടേണ്ട രൂപത്തിൽ പോരാടണം. എപ്പോഴെങ്കിലും ഒരു സമരം ചെയ്യുമ്പോ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യരുത്. അതിനൊരു മാന്യതയുണ്ട്, അവകാശമുണ്ട്. വലാ തസ്തമൂന, ആരെയും ചീത്ത വിളിക്കരുത്. വതക്റഹൂന നജാസ, നജസിനെ നിങ്ങൾ വെറുക്കണം, മാലിന്യം വെറുക്കണം, നല്ല വിശുദ്ധി വേണം. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. 30 കാര്യങ്ങളാ പറഞ്ഞത്. എപ്പോഴും നന്മ കൽപ്പിക്കണം, തിന്മ വിലക്കണം. ഫൈദാ ഫഅൽതും ദാലിക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചാൽ, എന്റെ വക 8 കാര്യങ്ങൾ പറഞ്ഞില്ലേ. 1, അല്ലാ അത്തഖിദ ഹാജിബാ, ഞാനൊരു കാവൽക്കാരനെ നിശ്ചയിക്കൂല. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒരു കാവൽക്കാരനും എനിക്ക് ആവശ്യമില്ല. വലാ അൽബസു ഇല്ലാ കമാ തൽബസൂൻ, നിങ്ങൾ ധരിക്കുന്നതല്ലാതെ ഞാൻ ധരിക്കൂല. നിങ്ങളോട് എന്താ ധരിക്കാൻ പറഞ്ഞത്, അതന്നെ ഞാനും ധരിക്കും. വലാ അർക്കബു ഇല്ലാ കമാ തർക്കബൂൻ, നിങ്ങൾ ഏത് വാഹനത്തിലാ യാത്ര ചെയ്യുന്നത്, ഞാനും ആ വാഹനത്തിലാണ്. വഅർളാ ബിൽ ഖലീൽ, കുറഞ്ഞത് മതി, ഞാനതുകൊണ്ട് തൃപ്തിപ്പെടും. വഅംലഉൽ അർള അദ്ലൻ, ഭൂമി മുഴുക്കയും എല്ലാ ഭാഗങ്ങളിലും ഞാൻ നീതി സ്ഥാപിക്കും. കമാ മുലിഅത് ജൗറൻ, ഇപ്പൊ ഭൂമിയുടെ അവസ്ഥ എന്താണെന്നറിയോ, അക്രമം നിറഞ്ഞിരിക്കുകയാണ്. വഅബ്ദുല്ലാഹ അസ്സ വജൽ ഹഖ്ക ഇബാദത്തിഹി, വേണ്ട രൂപത്തിൽ ഞാൻ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യും. വഅഫീലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും, നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്കും പാലിക്കണം. ഈ കരാർ, ഈ ബൈഅത്ത് നടക്കുന്നത്, ഈ വിഷയങ്ങളൊക്കെ അവർ ബൈഅത്തൊക്കെ അവരോട് ചോദിക്കുന്നത് സഫാ പർവ്വതത്തിന്റെ ഭാഗത്താണ്. കൈപിടിച്ചുകൊണ്ട് ഓരോരുത്തരും മഹാനവറുകളെ മുസാഫഹത്ത് ചെയ്യും. റളീനാ വത്തബഅനാക, അവര് പറയും ഞങ്ങൾ തൃപ്തിപ്പെട്ടു, ഈ വിഷയത്തിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങൾ പിന്തുടരും, ഒരു മാറ്റം ഉണ്ടാകില്ല. ഓരോരുത്തരും വന്ന് മുസാഫഹത്ത് ചെയ്യണം. എന്നിട്ട് മഹാനവറുകളെ റുക്നുൽ യമാനിന്റെ മഖാം ഇബ്രാഹിമിന്റെയും ഇടയിലുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ജനങ്ങൾ പല ഭാഗത്തുനിന്നും ആളുകൾ വരുന്നു. ഈ 313 അംഗസംഘം കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറാസാൻ നാട് മുഴുവനും ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഫതഹായി കൊടുക്കുന്നു. പിന്നെ യമനിലേക്ക് പോകുന്നു. യമൻകാർ മൊത്തം അനുസരിക്കുന്നു. ഇന്ന് യമൻകാരത്തേക്ക് ഒരാൾ ചർച്ചക്ക് പോയാൽ അനുസരണം കിട്ടും. എത്ര ഭാഗത്താ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് എല്ലാവരും അനുസരിക്കും. സൈന്യങ്ങളൊക്കെ മുന്നിൽ വന്ന് സ്വീകരിക്കും. പിന്നെ ഹമദാൻ ഭാഗത്തേക്ക് പോകുന്നു. ഓരോ ഭാഗത്തുമുള്ള ആളുകൾ മഹാനവറുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു പതുക്കെ പതുക്കെ വാദി ഖുറയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോ അവിടെ യഥാ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലുള്ള മഹാനാണ് മഹദി ഇമാം. നേരെ അപ്പുറത്തുണ്ടല്ലോ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയിലെ ഒരു കുട്ടി വരുന്നു. 12,000 കുതിരപ്പടയാളികളുമായിട്ടാ വരുന്നത്. അപ്പൊ ഈ വലിയ സംഘം 313 ഓൾറെഡി ഉണ്ട്. അതിന്റെ പുറമെ ധാരാളം സൈന്യങ്ങൾ, യമൻകാരുണ്ട്, ഖുറാൻസാക്കാരുണ്ട്. ഇവരൊക്കെ വലിയൊരു സംഘമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങാണ്. ഓരോ നാട്ടിലേക്ക് ഇങ്ങനെ പോകാണ്. ആ നാട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പറയുമ്പോഴേക്ക് അനുസരിക്കാം. അതിനൊരു കാര്യമുണ്ട്. കാര്യം പറയുമ്പോഴേക്ക് അനുസരിക്കാനുള്ള വലിയ കരുത്തും വലിയ ശക്തിയും ഒക്കെ അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു നൽകിയിട്ടുണ്ട്. അത് ചെറിയ പ്രൊട്ടക്ഷൻ അല്ല. ചിലരൊക്കെ ചിന്തിക്കും ഉസ്താദെ അപ്പൊ തകർക്കാൻ പറ്റിയ ഈ വലിയ ആയുധങ്ങളും ബോംബും പീരങ്കിയൊക്കെ അല്ലേ. അതിനെ കാവൽക്കാരായിട്ട് മീകായിൽ അലൈഹിസ്സലാമും ജബ്രായിൽ അലൈഹിസ്സലാമും. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കഴിവ് ചെറിയ കഴിവൊന്നല്ല. എന്താ ജിബ്രീലിനെ പറ്റി അള്ളാഹു പറഞ്ഞത്? അല്ലമഹു ഷദീദുൽ ഖുവാ എന്നാണ് പറഞ്ഞത്. ഭയങ്കര ശക്തിയാ. 7 നഗരങ്ങളടങ്ങുന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സാമ്രാജ്യം മൊത്തം ഒരു ചിറകിന്റെ ഒരു ഭാഗം കൊണ്ട് അങ്ങനെ പൊക്കി ഇങ്ങനെ ഇട്ടത്. 600 ചിറകുണ്ട്. മൊത്തം ഉപയോഗിച്ചില്ലേ? ഒന്നും മൊത്തം ഉപയോഗിച്ചില്ല, ഒരു ഭാഗം. അതൊക്കെ നിങ്ങൾ പൊക്കി. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, എന്നിട്ട് അങ്ങോട്ട് പൊക്കി നിങ്ങൾ മറിച്ചിട്ടു. എന്നിട്ട് അങ്ങോട്ട് ക്ലിയർ ആക്കി. വഅംതർനാ അലൈഹിം ഹിജാറത്തൻ മിൻ സിജ്ജിലിൻ മൻളൂദ്, നല്ല ചൂടുള്ള
തിളച്ചു മറിയുന്ന രൂപത്തിലുള്ള കൽമ അങ്ങോട്ട് വർഷിപ്പിച്ചു കൊടുത്തു. ആ വർഷിച്ചതിന്റെ അവശിഷ്ടമാണ് ഇന്ന് പോയാൽ കാണുന്ന അൽ ബഹ്റുൽ മലീഹ്, ചാവുകടൽ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കുളിക്കാൻ പാടില്ല, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും കേൾക്കാത്തൊരു വിഭാഗം എപ്പോഴും ഉണ്ടാവുമല്ലോ. അവരെ പേരാണ് ടൂറിസ്റ്റ്. ഏത് നാട്ടിൽ പോയി ഏത് ബോർഡുണ്ടെങ്കിലും നിയമം പാലിക്കാത്തവരാ അവർ. കുറെ ആൾക്കാർ കുളിക്കുന്ന അവിടെ നമ്മളെ നാട്ടിൽ തരാ കുറെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഏത് കുളം കണ്ടാലും കുളിക്കുക, എവിടെ കണ്ടാലും കുളിക്കുക എന്നുള്ള അങ്ങനെ ചിന്തയുള്ളവരുണ്ടാകും. എന്നിട്ട് ഫോട്ടോ എടുക്കാം. അവർ കുറെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ആ വെള്ളം തന്നെ കണ്ടാൽ അറിയാം സഹോദരങ്ങളെ, വാസനിക്കുന്ന തരത്തിലുള്ള വെള്ളം. ഒരാള് പതുക്കെ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാള് പതുക്കെ ഒരു കപ്പിൽ ഇങ്ങനെ മുക്കിക്കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇങ്ങനെ ഒഴിച്ചപ്പോ എന്തൊരു വാസനയാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചു, ഇതിലാണല്ലോ ഇപ്പൊ ആ മനുഷ്യന്മാരൊക്കെ. താഴോട്ട് പോകൂല, ചാവുകടൽ ഇങ്ങനെ മേലെ ഇങ്ങനെ കിടക്കും, താഴോട്ട് പോകൂല. അത് കിടക്കുന്ന ആളെ ബഹുമാനമൊന്നുമല്ല, അതിന് അല്ലാഹു തആല അവിടെ അങ്ങനെ തന്നെ വെച്ചത്. അതുകൊണ്ടാണ് കിടക്കുന്ന ആൾക്കാരൊക്കെ വലിയ ബഹുമാനം കൊണ്ട് താഴോട്ട് പോകാതെക്കാന്നല്ല, അത് ആ സ്ഥലത്ത് അല്ലാഹു തആല വെച്ചത് ദൃഷ്ടാന്താണ്. ഇത് ഏതാ നാട് തരങ്ങൾക്ക്? ഭൂമിയിൽ ഏറ്റവും നല്ല ഫലം കായ്ക്കുന്ന സ്ഥലമായിരുന്നു 7 നഗരങ്ങൾ. അതിലേറ്റവും മുഖ്യ നഗരമാണ് സദൂം. ഭൂമിയിലെ ഏറ്റവും നല്ല കായ്ക്കനികൾ, പച്ചക്കറികൾ വിളയുന്ന സ്ഥലമായിരുന്നു. അതാണൊന്ന് മറിച്ചിട്ട് റെഡിയാക്കിയത്. അതേ രൂപത്തിൽ തിരിച്ചിങ്ങോട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയ പ്രൊട്ടക്ഷനാണ് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയിരിക്കുന്നത്. ഹദീസിൽ അതൊക്കെ വിശദമായി പറയുന്നുണ്ട്. അപ്പൊ ഇരിക്കട്ടെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു പുത്രൻ. അപ്പൊ രണ്ടും കൂട്ടിമുട്ടു നോക്കുമ്പോ സഹോദര പുത്രന്മാരായി വരും. ഒന്ന് മഹ്ദി ഇമാമും മറ്റേത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയുള്ളല്ലേ. വിളിച്ചു, ഇബ്നു അമ്മി, ഈ സൈന്യത്തിന്റെ മുന്നിൽ നിൽക്കേണ്ട ഞാനാണ്, നിങ്ങളല്ല. അവിടെ നിങ്ങൾ മാറി നിൽക്കണം. അപ്പോ തിരിച്ചു പറഞ്ഞു മഹാനവറുകൾ, മഹ്ദി ഇമാമ് പറഞ്ഞു, ഞാനാണ് മഹ്ദി എന്ന് പറഞ്ഞു നേരത്തെ. അല്ലല്ലല്ല, ബൽ അനൽ മഹ്ദി, ഞാനാണ് മഹ്ദി ഇമാം. അപ്പൊ ഹുസൈൻ റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട കുട്ടി ചോദിച്ചു, ഹല്ലക മിൻ ആയത്തിൻ, വല്ല തെളിവും കാണിക്കാൻ പറ്റുമോ? ഫൽ നുബായിക്, നമ്മളും ബയ്യത്ത് ചെയ്യാം. തെളിവാ വേണ്ടത്. മഹ്ദി ഇമാം നേരെ പറക്കുന്നൊരു പക്ഷിയെ കൈ ഉയർത്തി വന്നിരിക്കാൻ, പക്ഷിയോടും ബയ്യത്ത് ചെയ്യാനാ. പക്ഷിയിലേക്ക് ഇങ്ങനെ കൈ നീട്ടി കാണിച്ചു കൊടുക്കും, ആ പക്ഷി അങ്ങനെ വന്നിരിക്കും. മഹാനവറുകൾ മറ്റൊരു ബഹുമാനം കാണിച്ചു കൊടുക്കുന്നത്, ഒരു കൊമ്പെടുത്ത്, ഒരു കൊള്ളിയെടുത്ത് ഭൂമിയിൽ വെള്ളവും പച്ചപ്പൊന്നും ഇല്ലാത്ത ഭാഗത്തൊന്നും ഇങ്ങനെ കുത്തിക്കൊടുക്കും. ഉടനെ അതൊരു വൃക്ഷമായിട്ട് മാറുന്നു, അതിന് നല്ല ഇലകൾ. ഇതൊക്കെ കാണുന്ന നേരത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാൻ പറയുന്നു, ഹിയ ലക, നിങ്ങൾക്ക് തന്നെയാണ്. ഈ സൈന്യങ്ങളും അധികാരമൊക്കെ നിങ്ങൾക്ക് തന്നെയാണ്. എന്നിട്ട് ആ 12,000 സൈന്യത്തെ കൂടെ ഇങ്ങോട്ട് ഏൽപ്പിക്കും. ഇവരും കൂടി ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇവരും നിങ്ങളോടൊപ്പം നിൽക്കട്ടെ, ഇവരും നിങ്ങളോടൊപ്പം നടക്കട്ടെ, എല്ലാ ഭാഗത്തേക്കും ഇവരെ കൊണ്ടുപോയിക്കൂ. ഇനി അടുത്തത്, ഈ വരുന്ന വൻ പട പോകുന്നത് ഷാമിലേക്കാണ്. സംഘടനകളല്ല, അവിടൊക്കെ പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിച്ചത്. നീതി നടക്കണം, സമാധാനം സ്ഥാപിക്കണം, അക്രമങ്ങൾ തടയണം. ഷാമിലെത്തിയ സമയത്ത് ഷാമിലുള്ള ആളുകളൊക്കെ വിളിച്ചു പറയുന്ന വലിയൊരു അട്ടഹാസം, ഹിജാസ് മുഴുവനും ഇളകി മറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ മറ്റാളടുത്ത് ഓടിക്കൂടി. സുഫിയാനി ഉണ്ടല്ലോ, സുഫിയാന്റെ അടുത്ത്, അയാൾ ദമസ്കസിലാണ്. ഇതാ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ സുഫിയാനി തന്റെ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി നോക്കി, എന്താണ് ആൾക്കാരെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോ അവര് പറഞ്ഞു, സുഫിയാനിന്റെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, അസ്ഹാബു നബിലിൻ വ ഇബിൽ, അവര് നല്ല മാന്യന്മാരും അതുപോലെ തന്നെ കുറെ അമ്പെയ്ത്തുകാരും ഒട്ടകത്തിന്റെ മുകളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരും ആ കൂട്ടത്തിൽ കാണുന്നുണ്ട്. നമ്മൾ അങ്ങനല്ലല്ലോ, നമുക്ക് ആയുധങ്ങളുണ്ട്, നല്ല പടക്കോപ്പുകളുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം, എന്നിട്ട് അവിടെ അവസ്ഥ എന്താന്ന് മനസ്സിലാക്കി നോക്കാം. ആ സൈന്യങ്ങളുമായിട്ട് സുഫിയാനി വരാൻ വേണ്ടി നിൽക്കുന്ന നേരത്ത് സുഫിയാനി എത്ര വിളിച്ചിട്ടും വരുന്നില്ല. കൂടെയുള്ള ആൾക്കാരൊക്കെ പോയി നോക്കുമ്പോ അയാൾക്ക് വല്ലാത്ത പേടി. കാരണം അയാൾക്ക് മനസ്സിലായി, ഇത് അവസാനത്തെ പോക്കാണ്, ഇത് രക്ഷല്ല. ഒരുപാട്
നരകയാതനകൾ ജനങ്ങളെ കൊണ്ട് ഏൽപ്പിച്ച, തുല്യതയില്ലാത്ത പീഡനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആള് ഭീരുവായി നിൽക്കുകയാണ്. ആളുകൾ പറഞ്ഞു, നിങ്ങൾ വരി, എന്തങ്ങനെ ഇരിക്കുന്നു? അവസാനം രക്ഷയില്ലാതെ പുറപ്പെട്ടു. എത്ര ആളുകളാ പോകുന്നത്? 2,60,000. സുഫിയാന്റെ കൂടെ ഉള്ളത്. അങ്ങനെ തൊബരിയ തടാകത്തിന്റെ ഒരു സമീപത്ത് അവരെത്തി. ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളെ കൊണ്ട് യാത്ര ചെയ്യുന്നു. ഏതൊരു നാട്ടിലെത്തിയാലും നമ്മളിത് മനസ്സിലാക്കണം. ലാ യഹദുസു ഫീ ബലദിൻ ഹാദിസ, ഒരു പുതിയ നാട്ടിലെത്തിയാലും മഹാനവറുകൾ സ്ഥാപിക്കുന്നത് ഇല്ലൽ അംന വൽ അമാന വൽ ബുഷ്റാ. അങ്ങനെ ഓരോ നാട്ടിലെത്തിയാലും സുരക്ഷ, ജനങ്ങൾക്ക് സുരക്ഷ. എതിർക്കുന്ന ആളുകൾ അവരെ വേണ്ട വഴിക്ക് കൈകാര്യം ചെയ്യും. അപ്പോഴെല്ലാ ആളുകൾക്ക് സുരക്ഷ ഉണ്ടാവുള്ളൂ. അവിടെ അഭയം കൊടുക്കും, സന്തോഷം കൊടുക്കും, എല്ലാവർക്കും ജീവിക്കാനുള്ള സെറ്റപ്പ്. അവിടെ അതിന്റെ വാക്കിൽ അതാ പറയുന്നു, വാൻ യമീനിഹി ജിബ്രീൽ അലൈഹിസ്സലാം വാൻ ശിമാലിഹി മീകായിൽ അലൈഹിസ്സലാം. വലത്ത് ജിബ്രീലും ഇടത്ത് മീകായിൽ അലൈഹിസ്സലാം. നാനാഭാഗത്തുനിന്നും ആളുകൾ. അങ്ങനെ സുഫിയാനിന്റെ അടുത്തെത്തി, തൊബരിയ തടാകത്തിന്റെ അടുത്ത്. സുഫിയാനിയെ കണ്ടപ്പോഴേക്ക്, സുഫിയാനിയാണല്ലോ നേരത്തെ നഫ്സു സക്കിയ അഹ്ലുബൈത്തിൽപ്പെട്ട വലിയൊരു മഹാനെ കൊന്നു കളഞ്ഞത് ഈ സുഫിയാനിയാണ്. ഈ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളെ കൽബിൽ അല്ലാഹു തആല വെറുപ്പിട്ട് കൊടുത്തു. ഇവരെ കൽബിൽ മാത്രല്ല, ഭൂലോകത്തുള്ള മൊത്തം സൃഷ്ടികളെ മനസ്സിലും ശരീരത്തിലും സുഫിയാനിയോട് അല്ലാഹു വെറുപ്പിട്ട് കൊടുത്തു. മുകളിലൂടെ പറക്കുന്ന പറവകൾ വരെ ചിറകുകളെ കൊണ്ടുവന്നിട്ട് ഇയാൾ അടിക്കണം. കാരണം പറവയെ ഉദ്ദേശിക്കുന്നിടത്ത് കിട്ടൂലല്ലോ, അത് അടിച്ചിട്ടാണ് പോര് പോക്ക്. പല ഭാഗത്തുനിന്നും വന്ന് അടിക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന പർവ്വതങ്ങൾ കല്ലെടുത്ത് എറിയുന്നു ഈ മനുഷ്യനെ. പർവ്വതങ്ങൾ തന്നെ ഈ നിൽക്കുന്ന ഭാഗത്തേക്ക്, പല ഭാഗത്തേക്കും, ഇവരുടെ സൈന്യങ്ങളെ ഭാഗത്തേക്കൊക്കെ പർവ്വതങ്ങളെ ഏറ് കാരണം സുഫിയാന്റെ സൈന്യത്തിന്റെ വലിയൊരു കൂട്ടം അവിടെ തന്നെ വീണ് നശിച്ചു. ലാസ്റ്റ് സുഫിയാൻ തിരിഞ്ഞു നോക്കുമ്പോ ആരും കാണുന്നില്ല. എത്ര ആൾക്കാരുണ്ടായിരുന്നു കൂടെ? കാരണം പർവ്വതങ്ങളുടെ ഏറ് എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളെ അല്ലാഹു തആല അങ്ങോട്ട് എറിയിപ്പിക്കുകയാണ്. അങ്ങനൊക്കെ ഉണ്ടാകുമെന്ന് ചോദിക്കും. അങ്ങനെ ഉണ്ടാകാതെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാളെ പറ്റി തങ്ങൾ പറഞ്ഞില്ലേ, മുൻഗാമികൾപ്പെട്ട ഒരാളെ ഭൂമി സ്വീകരിക്കാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ എവിടെ ഖബർ വീഴ്ചാലും ആള് പുറത്തുണ്ടാവും. എത്ര ഖബറിനുള്ളിലേക്ക് വെച്ചാലും ആള് പുറത്തായിട്ടുണ്ടാവും. പിന്നെ ഒരു ഖബർ വെച്ചു ആള് പുറത്തുണ്ടാവും. എന്താ ചെയ്യാ? ഖബറിനുള്ളൊരു പ്രതികാരമൊക്കെ. അതും അള്ളാന്റെ സൃഷ്ടിനല്ലേ. ഈ ഭൂമിയും ഈ ആകാശം അള്ളാന്റെ സൃഷ്ടിയല്ലേ. അവര് പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ എന്തെങ്കിലും രക്ഷ? ആകാശത്തിനും ഭൂമിക്കും അങ്ങനെ ഒരു പ്രതികരണമുണ്ട്. അതുകൊണ്ടല്ലേ ഫിർഔനും അത്രയും ലക്ഷക്കണക്കിന് ആളുകളും മുങ്ങി നശിച്ചപ്പോ അതിന്റെ പ്രതികാരം എന്ന നിലക്ക് അല്ലാഹു പറഞ്ഞു, ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. അവരാ നശിച്ചതിന് ആകാശവും ഭൂമിയും കരഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഒരു മുഅ്മിൻ മരണപ്പെട്ടാൽ അവന്റെ മുസല്ല കരയും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ നിസ്കരിച്ചിരുന്ന സുജൂദ് ചെയ്തിരുന്ന സ്ഥലം ഇന്ന് ആ സുജൂദ് കിട്ടാത്തതിന്റെ പേരിൽ കരയും. ആ സുജൂദുമായിട്ട് വാനലോകത്തേക്ക് കയറിയിരുന്ന മലക്കുകൾ അവർ സങ്കടപ്പെടും, കരയും. കാരണം ആ പോയ മുഅ്മിനിൽ നിന്ന് അവർക്കൊരു നഷ്ടം സംഭവിച്ചു. ഇന്നലെ വരെ കിട്ടിയിരുന്ന ദുആ, തസ്ബീഹ്, തഹ്ലീൽ, തക്ബീർ ഒക്കെ പോയല്ലോ, ഇന്ന് കിട്ടാനില്ലല്ലോ. അങ്ങനെ പർവ്വതങ്ങൾ കരഞ്ഞു, പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലി. ഖുർആനിൽ എത്ര സംഭവങ്ങളുണ്ട്. മലകൾ പ്രതികരിക്കും. മലകൾക്ക് തസ്ബീഹ് അല്ലാനുള്ള കഴിവ് കൊടുത്തിട്ടല്ലേ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ മലകളൊക്കെ തസ്ബീഹ് ഇല്ലേ, പാറക്കല്ലുകളൊക്കെ തസ്ബീഹ് ഇല്ലേ, പറവകൾ വന്ന് തസ്ബീഹ് ഇല്ലേ. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ തസ്ബീഹിന്റെ മാധുര്യം കേട്ടപ്പോ മലക്കുകളൊക്കെ അള്ളാഹിനോട് പെർമിറ്റ് ചോദിച്ചു, ഞങ്ങളൊന്ന് കണ്ടുവരട്ടെ. അങ്ങനെയുള്ള ഈ തസ്ബീഹൊക്കെ ചെല്ലുന്ന ദാവൂദ് നബി ഒന്ന് കണ്ടുവരട്ടെ. അള്ളാഹു പെർമിറ്റ് കൊടുത്തു, പോയി കണ്ടുവരും. വല്ലാത്തൊരു തസ്ബീഹിന്റെ മധുരായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ തസ്ബീഹ്. അപ്പൊ ഈ രൂപത്തിലൊക്കെ പ്രതികരിക്കുമ്പോ പർവ്വതങ്ങളൊക്കെ പ്രതികരിക്കുക, കല്ലെടുത്തെറിയാണ്. ഇയാള് ഒറ്റപ്പെട്ട, ഇയാള് ഓടുകയാണ്. ഓടുമ്പോ ഈ കൂട്ടത്തിൽപ്പെട്ട സ്വബാഹ് എന്ന് പേരുള്ള ഒരാള്, അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, സ്വബാഹ് എന്ന് പേരുള്ള ഒരാൾ അയാളെ പിടിക്കാൻ വേണ്ടി പോകും. പിടിച്ചിട്ട് കൊണ്ടുവരും മഹദി ഇമാമിന്റെ അടുത്തേക്ക്. വഹുവ യുസല്ലിൽ ഇശാ അൽ ആഖിറ. അങ്ങനെ കൊണ്ടുവരുമ്പോ മഹദി ഇമാം ഇശാ നിസ്കരിക്കുകയാണ്. ഇതാ ഞാൻ സുഫിയാനിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സുഫിയാനി ചെയ്ത ക്രൂരത ഒരിക്കലും സഹിക്കാൻ പറ്റാത്തത്, ഒരു കുറ്റവും ചെയ്യാത്ത അഹ്ലുബൈത്തിൽപ്പെട്ട എത്ര മെമ്പർമാരെയാണ് പേര് നോക്കിയല്ലേ കൊല്ലുന്നത്.
ലോകത്തൊരു മനുഷ്യന് സഹിക്കോ? ചെറിയ കുട്ടികളോട് പോലും സ്നേഹം കാണിക്കണമെന്ന് എല്ലാവരും മൊത്തത്തിൽ സമ്മതിക്കുന്ന വിഷയം പോലും ആ കാലഘട്ടത്തിലെ ഭരണത്തിന് വേണ്ടി, ദുന്യാവിന്റെ ഒരു സ്ഥാനത്തിന് വേണ്ടി ഈ രൂപത്തിലാക്കി തീർത്ത സുഫിയാനി എന്ത് ചെയ്യണം? സുഫിയാനിയെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വിവരം പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവറുകൾ നിസ്കരിക്കുന്നിടന്ന് പുറത്തു വന്നു നോക്കുമ്പോ സുഫിയാനി തലയെക്കെട്ടൊക്കെ കഴിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വല്ലാത്ത ബഹുമാനത്തോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. യാതൊരു പ്രതികരിക്കാനൊന്നുമില്ല. എത്ര സൈന്യങ്ങളെയാണ് മഹ്ദി ഇമാമിനെ തെരയാൻ വേണ്ടി വിട്ടിരുന്നത്. സുഫിയാനി പറയുന്നു മഹ്ദി ഇമാമിനോട്, ഇബ്നു അമ്മീ, നിങ്ങൾ എനിക്ക് ജീവൻ തരണം, മുന്നാലയ്യ ബിൽ ഹയാ, ജീവിക്കാൻ അവസരം തരണം. എന്തിനെന്നറിയോ? ഞാൻ നിങ്ങളെ പിന്നിൽ നല്ല ഒരു പടവാളായിട്ട് നിങ്ങളെ പിന്നിൽ ഉണ്ടാവും. നിങ്ങളെ ശത്രുക്കളോട് പോരാടാൻ ഞാൻ ഉണ്ടാകും. നിങ്ങൾ എന്നെ ജീവൻ കൊണ്ടൊന്ന് കനിയണം. മഹ്ദി ഇമാമോട് ഇരിക്കുന്നുണ്ട് ആളുകൾക്കിടയിൽ. മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞെടുത്ത് അവിടെ പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ് സ്വീകരിച്ച് നേരത്തെ പറഞ്ഞില്ലേ. കന്യക സ്ത്രീയെക്കാളും വലിയ ഹയാ ഉള്ള ആളാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാവ് അങ്ങനെയാണല്ലോ. മറയിലിരിക്കുന്ന കന്യക പെണ്ണിനെക്കാളും വലിയ ഹയാ ആയിരുന്നു തങ്ങൾക്ക്. അതുകൊണ്ടാണ് ഒരിക്കലും ഒരാളോടും, എത്ര ചീത്ത പറയുന്ന ആളോടും സഭ്യേതര വാക്ക് ഒരിക്കലും അവിടുത്തെ നാവിൽ നിന്ന് വന്നിട്ടില്ല. പ്രതികരിക്കാൻ ആരെങ്കിലും എഴുന്നേൽക്കുമ്പോഴേക്ക് ഇരിക്കാൻ പറയാം അവരോട്. അങ്ങനെ പറയണ്ട, അയാള് വിവരമില്ലാതെ വന്ന് പറയല്ലേ, നിങ്ങൾ അവിടെ ഇരിക്കും. അയാൾക്ക് ഇൽമ അങ്ങോട്ട് കൊടുത്താൽ ഈ ജഹല് നീങ്ങും. അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നല്ല, നിങ്ങൾ സഹിക്കണം. അയാൾക്ക് ഇൽമില്ലാത്തതുകൊണ്ടാണ് സഹിക്കാൻ കഴിയാത്തത്. നിങ്ങൾക്ക് ഇൽമുണ്ടല്ലോ, ഇരിക്കും. അയാൾക്ക് സഹിക്കാൻ കഴിയാത്ത പോലെ നമ്മൾ സഹിക്കാതിരിക്കരുത്, നമ്മൾ സഹിക്കണം. എന്നിട്ട് തങ്ങളെ സഹനം കൊണ്ടും ഇൽമു കൊണ്ടും ഈ വന്ന കോപത്തോടെ വന്ന് പ്രതികരിക്കുന്ന ആളെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അയാളെ കോപം മാറി, ദേഷ്യം മാറി, അയാൾ നല്ല ഇൽമുള്ള ആളായി, നല്ല സഹനമുള്ള ആളായി, ഷഹാദത്തിലും വലിയിട്ട് ആ സദസ്സിലൊരു മെമ്പറായി. പ്രലോഭനമൊന്നുമില്ല അവിടെ, പ്രകോപനമൊന്നുമില്ല. ആ മനസ്സിലേക്ക് യഥാർത്ഥ ഇൽമു പകർന്നു കൊടുക്കുക. അങ്ങനെ പകർന്നു കൊടുക്കുമ്പോ മനസ്സിന്റെ അന്ധകാരം നീങ്ങും, മനസ്സ് വെളിച്ചമാകും, അള്ളാഹുവിലേക്ക് വിശാലമായി വെമ്പും. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കും. അങ്ങനെയാണ് ജീവിതത്തിൽ തങ്ങളെ എല്ലാ ദൗത്യങ്ങളും. അങ്ങനെ എത്ര യഹൂദികൾ വന്ന് ചൂടായിട്ടുണ്ട്. യഹൂദികൾ വന്ന് ചൂടാകുമ്പോ സ്വഹാബിമാരൊക്കെ ഇങ്ങനെ അവരെ കൈയൊക്കെ ഇങ്ങനെ ഉയർത്തും. പെട്ടെന്ന് എണീക്കുന്ന ആളാണ് റളിയല്ലാഹു അൻഹു. കാരണം റളിയല്ലാഹു സഹിക്കാൻ പറ്റൂല. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉമറേ ഇരിക്കൂ, കാദൽ ഹലീമ യകൂന നബിയ്യ, നല്ല സഹിഷ്ണുവായ ആള് നബിയാകാൻ അടുത്താണ്. നബുവത്തിന്റെ പദവിയോട് അടുത്തുള്ള പദവിയാണ് നല്ല സഹനം. ഇരിക്കുക അവിടെ. റളിയല്ലാഹു അൻഹു ഒരിക്കലും സഹിക്കാൻ പറ്റൂല എന്നല്ല, അവിടുത്തെ ഈമാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയേ, തങ്ങളെ ഹദറത്തിലൊന്നും ഇങ്ങനെ ചെയ്യേ, ഇതെങ്ങനെ നമ്മൾ സങ്കല്പിക്കുക? അതവിടുത്തെ ഈമാന്റെ ഒരു വലിയ ദർജയാണ്. തങ്ങൾ അവിടെ ഇരുത്തും. അങ്ങനെ വിവരക്കേട് വന്ന് പറയുന്ന ആളുകളൊക്കെ ഇങ്ങനെ മാറ്റി. വലിയ വിട്ടുവീഴ്ചയാണല്ലോ. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിട്ടേക്ക്, അയാൾ പോയിക്കോട്ടെ, ഖല്ലൂഹു, വിട്ടേക്ക്, സുഫിയാനിയെ വിട്ടേക്കു, പോയിക്കോട്ടെ. മഹ്ദി ഇമാമിന്റെ ശിഷ്യന്മാര് പറയുന്നു, യാ ഇബ്ന ബിൻതി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പുത്രിയായ ഫാത്തിമ ബീവിയുടെ പുത്ര, നിങ്ങൾ ആ മനുഷ്യന് ജീവൻ കൊടുക്കുകയാണോ? വഖദ് ഖതല ഔലാദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എത്ര മക്കളെയാണ് അയാൾ കൊന്നു കളഞ്ഞത്. ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല, പക്ഷെ ഞങ്ങൾ കണ്ണോണ്ട് കണ്ടതാ. എത്ര കുട്ടികളെ കൊന്നിട്ടുണ്ട്. പിന്നാലെ പോയി പിടിക്കുന്നു. ഇത് പറഞ്ഞ വ്യക്തി പിന്നാലെ പോയി പിടിക്കുന്നു. പിന്നാലെ പോകുമ്പോ മഹ്ദി ഇമാം പറയുന്ന, നിങ്ങൾ ഉദ്ദേശിച്ച് ചെയ്തോളൂ, ഞാൻ അതിനില്ല. അങ്ങനെ അതാ നേരത്തെ പറഞ്ഞ സ്വബാഹ് എന്ന വ്യക്തി ഒരു കൂട്ടം ആളുകളെ കൂട്ടത്തിൽ ഇയാളടുത്തേക്ക് പോകുന്നു. ഒരു നല്ല മുൾവൃക്ഷത്തിന്റെ സമീപത്ത് അയാളെ പിടിച്ചു വെക്കുന്നു. അങ്ങനെ അയാളെ കിടത്തുന്നു, അയാളെ അറുക്കുന്നു, അയാളെ തല കൊണ്ടുവരുന്നു മഹ്ദി ഇമാമിന്റെ അടുത്തേക്ക്. എന്നിട്ട് അവർ തക്ബീർ ചൊല്ലുന്നു, തഹ്ലീൽ ചൊല്ലുന്നു, അല്ലാഹനെ സ്തുതിക്കുന്നു. മഹ്ദി ഇമാം അത് മറവ് ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടു. കാരണം അവർക്ക് സഹിക്കൂല. ചെറിയ മക്കളടക്കം കൊന്നു കളഞ്ഞ ആളല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഗർഭിണിയായ സ്ത്രീയെ എത്രമാത്രം ക്രൂരത ചെയ്തത്. അത് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് സഹിക്കാൻ കഴിയണ്ടേ.
ഒരുപക്ഷെ ഇതൊക്കെ മഹദി ഇമാമിന് സുബ്ർ ചെയ്യാം, പക്ഷേ മറ്റുള്ളവർ അതിന് സാക്ഷിയായതാണ്. അവർക്ക് ലാസ്റ്റ് ഉത്തരവ് കൊടുത്തു, നിങ്ങൾ ഉദ്ദേശിച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു, പ്രതികാരം എന്ന നിലക്ക്. പിന്നെ മഹദി ഇമാം പോകുന്നു ഈ സൈന്യവുമായിട്ട് ദമസ്കസിലേക്ക്. സ്പെയിനിന്റെ ആളുകൾ പള്ളി കത്തിക്കരിച്ചിട്ടുണ്ട്, പള്ളി ഖറാബാക്കിയിട്ടുണ്ട്. കുറച്ചു കാലം ഡമസ്കസിൽ താമസിക്കുന്നു. മുഴുവൻ പള്ളികളെയും വികസിപ്പിക്കാനും പരിപാലിക്കാനും ഉത്തരവിടുന്നു. എത്ര പള്ളികൾ ശൂന്യമാക്കിയോ ആ പള്ളി മുഴുവനും പരിപാലിച്ച് നല്ല സുന്ദരമാക്കിയെടുക്കും. കാരണം മുസ്ലിങ്ങളുടെ ഒരു വലിയ കേന്ദ്രമാണ് ഡമസ്കസ് എന്ന് പറഞ്ഞാൽ. ഭൂമിയിൽ ഏറ്റവും നല്ല സ്ഥലമാണ്. ആ ഡമസ്കസിൽ നബിമാരുടെ ഒരുപാട് തിരുശേഷിപ്പുകളുണ്ട്, സ്വാലിഹീങ്ങളുടെ ഒരുപാട് മഖ്ബറകളുണ്ട്. അവിടെ ഒരു നിലക്കും തകർക്കപ്പെട്ടുകൂടാ, അവിടെ സന്തോഷത്തോടുകൂടെ കഴിയണം എന്ന് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയും ആളുകളോടത് കൽപ്പിക്കുകയും ചെയ്തു. എല്ലാവരും ആ രൂപത്തിൽ തന്നെ തുനിയണം, ആ രൂപത്തിൽ തന്നെ പോകണം. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കൽപ്പിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ നടക്കുന്നു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോകുന്ന ആളുകൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു മുന്നിലുള്ളത് കൊണ്ട് ഒന്നും പേടിക്കാതെ, ഒന്നിനെയും പേടിക്കാതെ ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ കൂടെ നീങ്ങുന്നു. കാര്യങ്ങളൊക്കെ നടക്കുന്നു. എല്ലാ ഭാഗത്തേക്കും പോകുമ്പോൾ ആ ഭാഗത്തുള്ള ഭരണാധികാരികൾ അടക്കം ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ കീഴ്പ്പെട്ടു കൊടുക്കുന്നു. അതിലേറ്റവും വലിയ ഒരു സംഗതിയാണ് കുസ്തുന്തീനിയ, ഇസ്ലാമിന്റെ കീഴിൽ വരുന്ന ഒരു സംഭവം. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നാം പറയുന്ന ആ കുസ്തുന്തീനിയുടെ വിജയം. മഹാന്മാര് പറയുന്നു, അവിടെ എത്തുന്നതിന്റെ മുമ്പ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള പതാക ഒരു ഭാഗത്ത് ഇങ്ങനെ നാട്ടുന്നു. എന്നിട്ട് സുബ്ഹി നിസ്കാരത്തിന് ഉളു എടുക്കാൻ വേണ്ടി വെള്ളത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോ വെള്ളം ഇങ്ങനെ അകന്നു പോകുന്നു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വെള്ളത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ വെള്ളം ഇങ്ങനെ അകന്നു പോകും. അത് കണ്ടപ്പോ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പതാക എടുത്ത് മുന്നോട്ട് നീങ്ങാനാണ് വെള്ളം പറയുന്നത്. നല്ലൊരു ബഹറാണ്. പതാക എടുത്ത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആ പതാകയൊന്ന് വീശിയതോടുകൂടെ വെള്ളം രണ്ട് ഭാഗത്തേക്കായി മാറി നിൽക്കുന്നു. എന്നിട്ട് വെള്ളമില്ലാത്തൊരു ഭാഗത്ത് പതാക കുത്തിയിട്ട് മഹാനവർകൾ പറയുന്നു, അയ്യുഹന്നാസ് ഈ കാണുന്ന വലിയ സമുദ്രം വിട്ടുകിടക്കും. നേരപ്പുറത്തെത്തിയാൽ കുസ്തുന്തീനിയ, കോൺസ്റ്റാന്റിനോപ്പിളാണ്. അവിടെയുള്ള ആളുകൾ മുഴുവനും അക്രമങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി സമാധാനത്തിന്റെ വഴിയിലേക്ക് വരണം. അല്ലാഹു നിങ്ങൾക്ക് ഈ സമുദ്രം പിളർത്തി തന്നിരിക്കുന്നു. കമാ ഫറഖഹു ലി ബനി ഇസ്രായീൽ. ഇമാം മഹ്ദി തങ്ങളുടെ കറാമത്തായിട്ട് എഴുതിയതിൽ കാണാം കിതാബുകളിൽ. നിങ്ങൾ അങ്ങോട്ട് പോകണം, അല്ലാഹു നിങ്ങൾക്കിതാ ഈ സമുദ്രം പിളർത്തി തന്നിരിക്കുന്നു. ജനങ്ങളൊക്കെ വിട്ടുകിടക്കും, അവരവിടെ എത്തും. കുസ്തുന്തീനിയുടെ സമീപത്ത് തക്ബീർ ചൊല്ലും. ആ തക്ബീർ കേട്ടിട്ട് ആ നഗരത്തിന്റെ ഭിത്തികളൊക്കെ വിറക്കുന്നതാണ്. വലിയ കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. വലിയ ബുർജുകളുണ്ട്. നമ്മളെന്ന് പറയുന്ന ബുർജ് ഖലീഫയെ പോലത്തെ വലിയ ബുർജുകൾ. പിന്നെയും അവർ തക്ബീർ ചൊല്ലും. അവിടെ 12 ബുർജുകൾ തായോട്ട് നിലംപൊത്തി വീഴും. അതൊക്കെ ആ രാജ്യത്തിന്റെ പഴയകാലത്തുള്ള ആളുകൾ പ്രൗഢിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഏത് രാജ്യത്തേക്ക് ചെല്ലുമ്പോഴും കൂടെയുള്ള ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വാക്ക് പറയുമ്പോഴേക്ക്, തക്ബീറുകൾ മുഴക്കുമ്പോഴേക്ക് അതിന്റെ ഉള്ളിലുള്ള ആളുകൾ മുഴുവനും അതാ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ മുന്നിൽ വന്ന് കീഴ്പ്പെടുന്ന രൂപത്തിൽ അവർ കാര്യങ്ങൾ പറയുന്നു, സമ്മതിക്കുന്നു, സന്തോഷം കൊള്ളുന്നു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് അത് വിശദീകരിച്ചിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹ്ദി ഇമാമിനൊരു തലപ്പാവുണ്ട്. ആ തലപ്പാവിന്റെ മുകളിൽ ഒരു മലക്കിരിക്കുന്നുണ്ട്. ആ മലക്ക് വിളിച്ചു പറയും, ഹാദൽ മഹ്ദിയു ഖലീഫത്തുല്ലാഹ്. ഇത് ഇമാം മഹ്ദിയാണ്, നിങ്ങൾ പിൻപറ്റണം, ഇമാം മഹ്ദിയെ നിങ്ങൾ സ്വീകരിക്കണം എന്നങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യും. ജനങ്ങളെല്ലാവരും ഇമാം മഹ്ദി തങ്ങളെ സ്വീകരിക്കും. ആ വരവ് കാരണം സന്തോഷിക്കുന്നത് അഹ്ലുസ് സമാഇ വ അഹ്ലുൽ അർളി വത്തയ്റു വൽ വുഹൂഷു വൽ ഹീതാനു ഫിൽ ബഹർ. എല്ലാവർക്കും സന്തോഷമാണ്. മഹ്ദി ഇമാമിന്റെ ആ ഒരു 7 കൊല്ലത്തെ ഭരണം ഭൂനിവാസികൾ, ആകാശവാസികൾ, പറവകൾ, കാട്ടിലെ ജീവികൾ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ എല്ലാവർക്കും സന്തോഷമാണ്. കാരണം എന്താണെന്നറിയാം?
ഭൂമിയിൽ നീതി സ്ഥാപിക്കലോടെ ഭൂമിന്റെ പരിസരങ്ങളൊക്കെ നീതിയായി. അങ്ങനെയാണ്. ഭൂമിയിൽ കാര്യമായിട്ട് നീതി മനുഷ്യന്മാർ കൊണ്ടു നടന്നാല് പിന്നെ മൃഗങ്ങളടക്കം നീതി പാലിക്കും. എല്ലാവരും നീതി പാലിക്കും. അതുകൊണ്ടാണല്ലോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരിച്ച കാലത്ത് ഒരു കൂട്ടം ആളുകൾ ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോ വല്ലാത്തൊരു കാഴ്ച കാണും. നമ്മളൊന്നും കാണൂലോട്ടോ ആ കാഴ്ച. അങ്ങനത്തെ ഒരു കാഴ്ച. ഒരു ഭാഗത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ആടുകളും ചെന്നായ്ക്കളും സൗഹൃദത്തോടെ മേയുന്നു. സാധാരണ ചെന്നായെ കണ്ടാൽ ആടോടും, ആടിനെ പിടിക്കാൻ ചെന്നായി ഓടും. അങ്ങനെ നമ്മൾ കാണുന്ന ഇത് രണ്ടു കൂട്ടരും വളരെ സൗഹൃദ സംഭാഷണത്തിന് എന്തൊരു സന്തോഷം. അപ്പൊ ഈ മഹാന്മാർ താബീങ്ങൾ ഇങ്ങനെ നോക്കി, ഇതെന്താ റബ്ബേ, സാധാരണ കാണാത്തൊരു കാഴ്ചയാണല്ലോ. കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു, ഈ നാട് ഭരിക്കുന്ന ഖലീഫ എല്ലാവർക്കും നീതി പഠിപ്പിച്ച് എല്ലാവരും നീതി പുലർത്തിയപ്പോ ഇവരും മനസ്സിലാക്കി നമ്മൾ നീതിയോടെ ജീവിക്കുക, ആരെ ആക്രമിക്കണ്ടെന്ന്. ഇവരൊക്കെ നമ്മളെ കൂട്ടുകാരായിട്ട് കാണാം. ശത്രുക്കൾ മിത്രങ്ങളായി മാറി. അങ്ങനത്തെ ഒരു ചിത്രം. അതിനാദ്യം ആരാ? ഈ മനുഷ്യന്മാരൊക്കെ റെഡിയായാൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ആകും. അതുകൊണ്ടാണ് ലോകം മുഴുവനും നീതി നടക്കുമ്പോ പക്ഷികൾക്ക് സന്തോഷമാണ്, അവരാരും ക്രൂരത ചെയ്യൂല. കാട്ടിലെ ജീവികൾക്കും സന്തോഷമാണ്, മനുഷ്യന്മാര് നീതി ചെയ്യുള്ളൂ, വെറുതെ ഒരു വെടിവെക്കൂല. അതുപോലെ തന്നെ മത്സ്യവേട്ട നടത്തുമ്പോഴും അവര് ഭക്ഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള മത്സ്യവേട്ടല്ലേ അത് നടത്തും, ക്രൂരത ചെയ്യൂല, ഒന്നാകെ നഞ്ഞ് കലക്കൂല. ഒരു തോട്ടില് തോട്ട പൊട്ടിക്കുക, നഞ്ഞ് കലക്കുക. ആ എല്ലാ മത്സ്യങ്ങളും ആളുകൾ ഭക്ഷിക്കുന്നുണ്ടാ. എത്ര എണ്ണം പല ഭാഗത്തും കിടന്ന് ചെയ്യുന്നു. അതുകൊണ്ട് എന്തെല്ലാം രോഗങ്ങൾ വരുന്നു. ആ വെള്ളത്തിൽ കുളിക്കാൻ എത്ര ബുദ്ധിമുട്ടുന്നു. ഒരാൾക്ക് അയാളെ മുറാതെ ഇടുന്നാ പോരെ, നഞ്ഞ് കലക്ക. അയാൾക്ക് വേണ്ട 2 കിലോ അത് കോരിക്കൊണ്ട്. ബാക്കിയുള്ളവർ എത്ര ദിവസം അതുകൊണ്ട് ഇടങ്ങേറാണ്. അതൊന്നും ഉണ്ടാകൂല. നീതിയോടെ ആളുകൾ വർത്തിക്കൊള്ളു. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈ കാഴ്ച കണ്ട മഹാന്മാർ കുറച്ച് ദിവസം കഴിഞ്ഞ് അതേ വഴിക്ക് പോകുമ്പോ നേരെ തിരിച്ച കാഴ്ച കണ്ടത്. കഴിഞ്ഞ ആഴ്ച കണ്ടത് ചെന്നായും ആടും ഒരുമിച്ച് മേയുന്നതാ. ഇപ്പൊ കാണുന്നത് ആടുകൾ ഓടുന്നു, പിന്നായ ചെന്നായ ഓടുന്നു. അപ്പൊ അവര് പറഞ്ഞു, എങ്കിൽ ആ നീതി പഠിപ്പിച്ച ഖലീഫ വഫാത്തായിട്ടുണ്ടാകും. അന്വേഷിച്ച് നോക്കുമ്പോ 2 ദിവസം മുമ്പ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. എത്ര കാലാ ഭരിച്ചത്? 2 വർഷവും ചില്ലറ മാസം. നീതി സ്ഥാപിക്കാൻ അത്ര മതി. ആ ഭരണം അവിടെയായിരുന്നു. പക്ഷെ ഈ ഭരണം അങ്ങനല്ല. ഈ ഭരണം ഭൂമിയിൽ മൊത്തം. ഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പെടുന്നർത്ഥം. അറേബ്യൻ ദ്വീപ് മാത്രല്ല, ജസീറത്തുൽ അറബ് മാത്രല്ല, അൽ അർള്, ഭൂമി മൊത്താണ് പറയുന്നത്. എല്ലാ ഭാഗങ്ങളിലും വന്യജീവികൾക്ക് വരെ സുരക്ഷിതത്വമാണ്. ഇന്ന് സ്വർണം വെള്ളിയൊക്കെ കുഴിച്ചെടുക്കണ്ടേ? മഹദി ഇമാം റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ സ്വർണം വെള്ളിയൊക്കെ ഭൂമി ഇങ്ങോട്ട് വിസർജിക്കും. ഇത് പറഞ്ഞപ്പോ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഭൂമി അതിന്റെ കരൾ മുഴുവനും പുറത്തേക്ക് തുപ്പിക്കളയുമെന്ന് പറഞ്ഞാൽ അംസാലൽ ഉസ്തുവാനത്തി മിനദ് ദഹബി വൽ ഫിദ്ദ. അന്ന് എത്ര സ്വർണ്ണ വേണ്ടത്? തൂൺ കണക്കിന് സ്വർണവും വെള്ളിയും പുറത്തേക്ക് വലിച്ചെറിയും. സുബ്ഹാനല്ലാഹ്. നമ്മളിങ്ങനെ ആലോചിക്കണം, അന്ന് ജീവിച്ചാൽ മതിയായിരുന്നു എന്നല്ലേ. അന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. മഹദി ഇമാം റളിയല്ലാഹു അൻഹു എല്ലാം കൂടി പിടിച്ച് എല്ലാം കൂട്ടിലാക്കിയിട്ട് ഒരു ഭാഗത്ത് ഒതുക്കി വെക്കുന്നില്ല, ജനങ്ങൾക്ക് വിതരണം ചെയ്യും. കാരണം ശക്തമായ പരീക്ഷണം അനുഭവിച്ച ഘട്ടത്തിലാ മഹാനവറുകൾ വന്നത്. ആളുകൾ സാമ്പത്തികമായും ശാരീരികമായും അതുപോലെ തന്നെ മാനസികമായും വലിയ പരീക്ഷണത്തിലായിരുന്നു. ഒരു ഭാഗത്ത് ഭരണാധികാരികളുടെ പിന്നെ സ്വഭാവങ്ങൾ, മറ്റൊരു ഭാഗത്ത് ധിക്കാരികളുടെ പോരാട്ടങ്ങൾ. ഏറ്റവും സന്തോഷിക്കുന്ന ആരാന്നറിയാം? ഫലസ്തീനിലെ മക്കളാ. ബൈത്തുൽ മഖ്ദിസിന്റെ ഫത്ഹ് നടക്കും മഹദി ഇമാം വരലോടെ. ഇമാം മഹദി തങ്ങൾ അവിടെയാണ് ഇമാമ നിസ്കരിക്കുന്നത്, ബൈത്തുൽ മഖ്ദിസിൽ. അന്നൊരു വല്ലാത്ത ഫത്ഹ നടക്കും. അതിനോടൊപ്പം ഉസ്താദ് അവിടെ ജൂതന്മാരും മറ്റൊക്കെ, ആ ജൂതന്മാരൊക്കെ മഹദി ഇമാമിന്റെ കീഴിൽ വരുന്നൊരു വിഷയമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് പറയാം. ഈ ഹദീസ് ഒന്ന് വായിക്കട്ടെ. അന്ന് ഏറ്റവും വലിയ പരീക്ഷണം അനുഭവിക്കും. ഭൂമി മുഴുവനും ആളുകൾ ക്ഷീണത്തിലാണ്. ഇനി എവിടേക്ക് അഭയം ചിന്തിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവ്. ലാ തദ്ഖിറുൽ അർളു മിൻ ബദിരിഹാ ശൈഅൻ ഇല്ലാ അഖ്റജതുഹു. ഹദീസിൽ പറയുന്നു, ഭൂമി എന്തെല്ലാം ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ പുറത്തേക്ക് അതൊക്കെ തള്ളും. ഭൂമിന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത്? സ്വർണം വെള്ളി മാത്രം, മുത്ത്, രത്നം, നിധി. നമ്മളൊക്കെ നാട്ടിൽ പോയവർ അങ്ങനെ ഉസ്താദേ എന്ത് പ്രശ്നമില്ല, നിധിട്ടിയാളാ, നിധിട്ടിയാളാണ് അയാളോ. അപ്പൊ ആൾക്കാർ നോക്കും, ഞങ്ങൾക്ക് നിധിട്ടിയോ? അന്ന് ഓരോരുത്തരുടെ കയ്യിലും നിധിയായിരിക്കും.
ഇന്നിപ്പോ നിധി ഇട്ടയാളാന്ന് പറയുമ്പോ ആളുകൾ അയാളോ എന്നിട്ട് ആ നിധിയൊക്കെ എന്തേ കാട്ടി ആർക്കറിയാം? കുടുംബക്കാർക്ക് കൊടുത്തു. കാരണം കുടുംബമൊക്കെ നല്ല ഐക്യത്തിലുള്ള എല്ലാവരും ഐക്യല്ലേ മനസ്സിലാക്ക. എവിടെങ്കിലൊക്കെ പൊട്ടലുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗത്തുകൂടെ ചോർച്ച ഉണ്ടായിട്ട് നിധി വേറെ കൊടുക്കാൻ പോയിട്ടുണ്ടാവും. നിധി എല്ലാവർക്കും കൊടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എന്താ എനിക്ക് നിധി ഇട്ടില്ലേ എന്റെ മോളെ കല്യാണം അത്രേ വേണ്ടി കാരണം തരൂല എന്ന് പറഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ പിന്നെ ഇതിന്റെ അന്വേഷണം വരും. അപ്പൊ ഉള്ളതും പോകും. കൊടുക്കലേ നല്ലത്. കുറച്ചെങ്കിലും കുടുംബ ബന്ധുവായി സൗഹൃദമായി ഒക്കെ ആയല്ലോ, എല്ലാം ആയല്ലോ. പിന്നെ നല്ല ഐക്യത്തോടെ പോകാലോ, നല്ല ചിരിച്ച് സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചു പോകാലോ, പ്രശ്നമല്ലല്ലോ. ഏതായാലും കിട്ടിയ നിധിയല്ലേ, നിധി എടുക്കാൻ പാടില്ല എന്നല്ലല്ലോ കിട്ടിയപ്പോ അങ്ങനെ. അപ്പൊ എല്ലാവരും ഇത്തിഫാക്കായിട്ടാണെങ്കിൽ കുറെ കാലം അങ്ങനെ പോകാം. ആർക്കെങ്കിലും ഒന്ന് തരൂല എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാവും. അന്ന് ഭൂമിയൊക്കെ പുറത്തേക്ക് വിസർജിക്കും. ഒരിക്കലും ആകാശം മഴ നിർത്തിവെക്കൂല. ആവശ്യത്തിനുള്ള നല്ല മഴ എങ്ങനെ ചൊരിയും. ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ചിന്തിക്കും, ആ മരിച്ചവരും കൂടി ഇങ്ങോട്ട് വന്നാൽ അവർക്ക് സുഖത്തോടെ ജീവിക്കായിരുന്നു. ഇവിടെ ജീവിക്കണോലും ഇങ്ങനെ ആഗ്രഹിക്കും. പഠിച്ചോരെ പാപ്പി ഉമ്മി ഇപ്പൊ ഉണ്ടെങ്കിലുണ്ടല്ലോ എന്തൊരു സുഖജീവിതായിരിക്കും. അള്ളാഹുത്താല ഭൂമിയിലെ ആളുകൾക്ക് നൽകിയ ഈ ക്ഷേമം കൊണ്ട്, സന്തോഷം കൊണ്ട് അവരങ്ങനെ വിചാരിക്കും, ആഗ്രഹിക്കുന്നതാണ്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്. ആ മഹദി ഇമാം അങ്ങനെ നീങ്ങുമ്പോ ഭൂമിന്റെ എല്ലാ ഭാഗത്തെത്തൂലേ, നേരെ പോകും. ജോർദാനിലുണ്ട് അസ്ഹാബുൽ കഹ്ഫ് കിടക്കുന്ന സ്ഥലം. ആ മല, ആ മലയുടെ അടുത്ത് ചെല്ലുമ്പോ അവരൊന്ന് വിളിച്ചുണർത്തുന്നതാണ് മഹദി ഇമാം. എന്നിട്ട് അവരോട് സലാം പറയും എന്ന് ഇമാം സഅലബി അവിടുത്തെ തഫ്സീറിൽ കൊണ്ടുവന്നത് കാണാം, സൂറത്തുൽ കഹ്ഫിന്റെ വിശദീകരണത്തിൽ. മഹദി ഇമാം അവരെ വിളിച്ചുണർത്തും, ഉത്തരം ചെയ്യും അവര്. സുമ്മ യർജിഊന ഇലാ റഖദതിഹിം, അവരാ വിശ്രമത്തിലേക്ക് തന്നെ മടങ്ങും. പിന്നെ അവര് ഖിയാമത്ത് നാളല്ലാതെ എണീക്കൂല. മഹദി ഇമാമിന് എന്തൊരു സുഖം, ആരെയും വിളിക്കാലോ, ആരെയും വിളിക്കാലോ, ആരെയും ഉണർത്താലോ. അല്ലാഹുത്താല കൊടുക്കുന്നത് സന്തോഷം എത്ര വലിയ സന്തോഷാണ്. അങ്ങനെ ഭൂമിയിലുള്ള ആളുകൾക്ക് ഇഷ്ടം പോലെ സ്വത്ത് കൊടുക്കും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഈ സംഭവം അങ്ങനെ വിശദീകരിച്ചപ്പോ തൗസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വദിത്തു, പടച്ചോനെ ഞാൻ ആഗ്രഹിക്കുന്നു മഹ്ദി ഇമാമിനെ കണ്ടിട്ട് മരിച്ചാൽ മതിയെന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ് തൗസ് റളിയല്ലാഹു അൻഹു, താബീങ്ങളിൽപ്പെട്ട മഹാനാണ്. മഹാൻ പറയാണ്, വദിത്തു ലൗ അന്നീ ലാ അമൂതു ഹത്താ ഉദ്രിക സമാനൽ മഹ്ദി. മഹ്ദി ഇമാമിന്റെ കാലെത്തിയിട്ട് മരിച്ചാൽ മതിയെന്ന് ഞാൻ ഇങ്ങനെ കൊതിക്കാണ്. അതെന്തേ? മഹ്ദി ഇമാം ഗുണം ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്ന കൊടുതി, തെറ്റ് ചെയ്യുന്ന ആൾക്ക് മഹ്ദി ഇമാം പശ്ചാത്താപത്തിന്റെ ബോധം കൊടുക്കുന്നു. വഹുവ യബ്ദുലുൽ മാൽ, സമ്പത്ത് ചെലവഴിക്കുന്നു. എത്രയാ വേണ്ടത്? വേണ്ടത് എടുത്തോളി. മഹ്ദി ഇമാമിന്റെ കാലത്ത് സമ്പത്ത് വേണമെന്ന് പറഞ്ഞുള്ള വന്നാൽ മതി വാരിക്കോളി. ഗോതമ്പല്ല, ദിർഹമും ദീനാറും, സ്വർണവും വെള്ളിയും. ചിലരൊക്കെ ചാക്കിൽ നിറച്ചിങ്ങനെ വാരിയിട്ട് പൊന്തിക്കാൻ കഴിയാതെ പിന്നെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ വാരുന്നുണ്ട്. അന്നത്തെ കാലത്ത് തൊഴിലാളികൾക്കൊക്കെ ഇഷ്ടം പോലെ കൊടുക്കും, നല്ല സന്തോഷത്തോടെ കൊടുക്കും. വയർഹമുൽ മസാക്കീൻ, മിസ്കിന്മാർക്ക്, അഗതികൾക്ക് വലിയ റഹ്മത്ത് ചെയ്യും, വലിയ സന്തോഷം കൊടുക്കും. ആ മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആളുകൾ അങ്ങനെ നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്ത് മഹ്ദി ഇമാമിന്റെ കാലത്ത് അനുഭവിക്കുന്ന ഒരു സുഖം ഒരിക്കലും ഒരു കാലത്തും അനുഭവിച്ചിട്ടില്ല. തൻഅമു ഉമ്മത്തി ഫീ സമനിൽ മഹ്ദി നിഅമതൻ ലം യതനഅമു മിസ്ലഹാ ഖത്ത്. ഒരിക്കലും അങ്ങനത്തെ ഒരു സുഖം ഇതിനു മുമ്പും ശേഷം അനുഭവിച്ചിട്ടില്ല. അല്ലാത്തൊരു സുഖമായിരിക്കും ഭൂമിയിൽ എന്റെ ഉമ്മത്ത് അനുഭവിക്കുന്ന വലിയൊരു സുഖമാണ്. ആ സുഖത്തിൽ എല്ലാവരും സന്തോഷത്തോടെ കഴിയും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുമ്പോ അടയാളത്തിന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു പതാക കൂടെ ഉണ്ടാകുമെന്നാണ് ചില ഹദീസിലുള്ളത്. ഇമാം സുയൂത്തി തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഹദീസ്. കൂടെ ഒരു പതാകയുണ്ട്. വഖമീസുഹു, തങ്ങളെ കുപ്പായവുമുണ്ട്. വസൈഫുഹു, അവിടുത്തെ വാളുമുണ്ട്. വഅലാമാത്ത്, വേറെയും ചില അടയാളങ്ങളുണ്ട്. ഫൈദാ സല്ലൽ ഇശാ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ മക്കയിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറയും, ജനങ്ങളെ നിങ്ങളോടൊക്കെ ഞാൻ ഉത്ബോധിപ്പിക്കുന്നു,
എല്ലാവരും നിന്ന് കേൾക്കും ആ ഒരു വലിയ പ്രസംഗം. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാന്റെ റസൂലിനെയും അനുസരിക്കണം. ഖുർആൻ ഹയാത്താക്കാൻ പറഞ്ഞതൊക്കെ ഹയാത്താക്കണം, ഖുർആൻ മരിപ്പിക്കാൻ പറഞ്ഞതൊക്കെ മരിപ്പിക്കണം. ഖുർആൻ മരിപ്പിക്കാൻ പറഞ്ഞ എന്തൊക്കെ? ജഹില്, അന്ധത, അജ്ഞത, അതുപോലെ തന്നെ റിബ, അനാവശ്യതൊക്കെ മരിപ്പിക്കണം. മുസ്കിറാകുന്ന ഒന്നും വേണ്ട. മനുഷ്യന്റെ സംസ്കാരത്തെയും മറ്റും സജീവമാക്കുന്നൊക്കെ ജീവിപ്പിക്കണം. എന്നിട്ട് നല്ല ഉപദേശം പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഹിദായത്തിന്റെ നേർമാർഗത്തിൽ സഹായികളാകണം, തഖ്വയിൽ അടിയുറച്ച് ജീവിക്കണം. ദുനിയാവ് കുറച്ചു കഴിഞ്ഞാൽ നീങ്ങിപ്പോകും. എല്ലാവരും നല്ല രൂപത്തിൽ അമൽ ചെയ്യണം. ജനങ്ങളോടൊക്കെ വിളിച്ചു പറയും, ഞാൻ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കുന്നു, കിതാബ് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. മിഥ്യയും അധർമ്മവും ഒക്കെ കുഴിച്ചു മൂടണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നിങ്ങൾ ഹയാത്താക്കണം. ഈ പ്രസംഗം പ്രസംഗിക്കുന്ന സമയത്ത് കൂടെ എല്ലാ ആളുകളും മഹ്ദി ഇമാമിന്റെ കൂടെ ഒന്നുകൂടി ഉറച്ചു നിൽക്കും. ആ മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു എണ്ണിക്കണക്കാക്കാതെ സമ്പത്ത് വാരിക്കൊടുക്കുന്ന ഖലീഫയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് കൊടുക്കുന്ന, അങ്ങനെ യഖ്സിമുൽ മാല സിഹാഹൻ തങ്ങൾ പറഞ്ഞപ്പോ സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും. അപ്പൊ ഒരാൾ ചോദിച്ചു, നബിയെ ശരിയായിട്ട് സമ്പത്ത് കൊടുക്കുന്ന അർത്ഥം എന്താ? ബിസവിയത്തി ബൈനന്നാസി, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും. വയംലഉല്ലാഹു ഖുലൂബ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗിനൻ, അന്ന് ഈ ഉമ്മത്തിന്റെ മനസ്സ് മുഴുവനും സമൃദ്ധിയായിരിക്കും. എല്ലാവർക്കും നീതി, എല്ലാവർക്കും സന്തോഷം. വിളിച്ചിങ്ങനെ പറയും, ആർക്കെങ്കിലും സമ്പത്ത് വേണോ? സമ്പത്തൊക്കെ ധാരാളം കിട്ടിയിട്ട് എല്ലാവരും അതുകൊണ്ട് സംതൃപ്തരായി ഇബാദത്തിലും തഖ്വയിലും മറ്റൊക്കെ നീങ്ങുമ്പോ പിന്നെ ആരെങ്കിലൊക്കെ സംഭാവന കൊണ്ടുവന്നാൽ ഇന്നലെ കൊണ്ടുവരാണെങ്കിൽ വാങ്ങാൻ പറയും. അന്നത്തെ കാലത്ത് അത് ഇന്നല്ല, ഇന്നാരും കൊടുത്താലും വാങ്ങും. ഇന്നാരും കൊടുത്താലും വാങ്ങാതിരിക്കുക, ഇന്ന് കൊടുത്താൽ വാങ്ങും. ആവശ്യക്കാരത്തുണ്ട്. അന്ന് നല്ല സമൃദ്ധിയിൽ ആളുകൾ ജീവിക്കുമ്പോ പിന്നെ ആരെങ്കിലും ഒക്കെ സംഭാവനയായിട്ട് വരുമ്പോ ഇന്നലെ കിട്ടണ ആവശ്യം ഇന്നിപ്പോ ആവശ്യമില്ല. ഇന്നിപ്പോ അത് പറയും, ഇന്നത്ര ആവശ്യക്കാരെ കൊടുക്കാൻ പറ്റുമോ? അന്ന് അങ്ങനെ പറയുന്ന അത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ധർമ്മം കൊണ്ടാണ്. ഇത് വിശദീകരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സുമ്മ ലാ ഖൈറ ഫിൽ ഐശി ബഅദഹു, പിന്നെ അതിനുശേഷം ജീവിതത്തിൽ ഒരു ഖൈറില്ല, ഒരു നന്മയില്ല. ഏറ്റവും നല്ല ഐശ്വര്യമുള്ള, ഏറ്റവും നല്ല സന്തോഷമുള്ള കാലഘട്ടമാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്ന് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന കാലഘട്ടം. നീതിയും അതുപോലെ തന്നെ സംസ്കാരവും സമ്പത്തും സുരക്ഷിതത്വവും ഒക്കെ നിറയുന്ന കാലഘട്ടം. ജീവിക്കാൻ ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടെ ആളുകൾ ആഗ്രഹിക്കുന്ന കാലഘട്ടം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശദീകരിച്ചു. അത് വെറുതെ വിശദീകരിച്ചതല്ല, സംഭവം അങ്ങനെ തന്നെയാണ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ പേര് നമ്മൾ പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. മഹ്ദി എന്നൊരു പേര് അവിടെ ഉണ്ടല്ലോ, അതെങ്ങനെ വന്നത്? അത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറഞ്ഞു, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവില് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച വേറൊരു കാര്യമുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, മഹ്ദി ഇമാമിനെ എങ്ങനെ തിരിച്ചറിയും, എങ്ങനെ അറിയും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്വഹാബത്തിനോട്. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞ മറുപടി ഉണ്ട്, മഹ്ദി ഇമാമിനെ കണ്ടാൽ തന്നെ തിരിച്ചറിയും. എങ്ങനെ തിരിച്ചറിയും? ആ മഹ്ദി ഇമാമിന്റെ സ്വഭാവവും മഹ്ദി ഇമാമിന്റെ ഭക്തിയും ശരിക്ക് കണ്ടാ തിരിച്ചറിയും. അൽ മഹ്ദിയു ഖാശിഉൻ ലില്ലാഹ് കഖുശൂഇൻ നസ്രി ജനാഹു. മഹ്ദി ഇമാം അല്ലാഹു തആലാക്ക് ഭക്തി ചെയ്ത് ജീവിക്കുന്ന മഹാനാണ്, വല്ലാത്ത ഭക്തിയാണ്. എങ്ങനെ ഭക്തിന്റെ ഉദാഹരണം പറഞ്ഞത്? പരുന്ത് അതിന്റെ ചിറക് വിടർത്തി താഴ്ത്താർന്ന് കാണാറില്ലേ? ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോ അതിന്റെ വിശാലമായ ചിറക്. ഇതുപോലെ അള്ളാഹുവിന് വലിയ ഭക്തി ചെയ്ത് ജീവിക്കുന്ന മഹാനാണ് ഇമാം മഹ്ദി തങ്ങൾ. കൂട്ടത്തിൽ എങ്ങനെ ഈ പേര് വന്നത് എന്ന് കാബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നു. ആർക്കും തിരിയാത്ത ചില കാര്യങ്ങളൊക്കെ വെളിവാക്കി കൊടുക്കുന്ന ആള് എന്ന അർത്ഥത്തിലാണ് മഹ്ദി എന്ന പേര് വന്നത്. കാരണം അന്താക്കിയ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്, സൂറത്ത് യാസീനിലൊക്കെ പരാമർശിക്കുന്ന ഒരു ഗ്രാമമാണ് അന്താക്കിയ. അന്താക്കിയ ഗ്രാമത്തിൽ നിന്ന് തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും പഴയ കുഴിച്ചു മൂടപ്പെട്ട കോപ്പികൾ പുറത്തെടുക്കുന്നതാണ് മഹ്ദി ഇമാം. എന്നിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് യഹൂദികൾക്ക്. ദാ മറിച്ചു നോക്കി, നിങ്ങളെ പുരോഹിതന്മാര് നിങ്ങൾ ക്ഷണിച്ചിരുന്നത് സ്വന്തം പേന കൊണ്ട് എഴുതിയ തൗറയിലേക്കും ഇഞ്ചീലിലേക്കുമാണ്. ഇത് ഒറിജിനലാ. മറിച്ചു നോക്കി ജൂതന്മാര് മുഴുവനും മറിച്ചു നോക്കി.
മറിച്ചു നോക്കുമ്പോ എന്താ അവർ കാണാം? ഷാമിലെ പർവ്വതങ്ങളിൽ നിന്ന് പഴയ കാലത്ത് കുഴിച്ചുമൂടിന്റെ കുറെ എണ്ണം. എന്തിനാ കുഴിച്ചുമൂടിയത് അറിയാം? എല്ലാം കൂടി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എഴുതിയേക്കാൻ കഴിയില്ല. കുറെ എണ്ണം കുഴിച്ചുമൂടിയാലല്ലേ കുറച്ച് കോപ്പി ആവുമ്പോ സ്വന്തം ഷറഹ് ചെയ്താലോ കിതാബിൽ. അതിനുവേണ്ടി അന്നത്തെ പുരോഹിതന്മാർ ചെയ്തതാണ്. അത് പുറത്തെടുക്കും. അപ്പൊ മഹദി എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുന്ന ആള്, ആർക്കും തിരിയാത്തതിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന മഹാൻ എന്ന അർത്ഥത്തിൽ ആ പേര് വന്നു. ജൂതന്മാരെ ക്ഷണിക്കും. ആ കിതാബ് വായിച്ചിട്ട് തൗറാത്തും ഇഞ്ചീലും എന്താ അവർ കൂടുതൽ വായിക്കുക? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്താണ് തൗറാത്തുൽ ഇഞ്ചീലും കൂടുതലുള്ളത്. വേറെന്താ? തൗറാത്തിന്റെ ഇഞ്ചീലിന്റെയും ഏത് പേര് മറിച്ചാലും ഏത് വിവരങ്ങൾ പറഞ്ഞാലും ഈ വിഷയങ്ങൾക്കൊക്കെ ഇനി പൂർണ്ണമായ വിവരം ആര് തരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തരും. അതാണ് അതിൽ പറയുന്നത്. അതുകൊണ്ടല്ലേ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ പ്രചരണം നടത്തിയപ്പോ മുബശ്ശിറൻ ബി റസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, ഞാൻ നിങ്ങളോട് എന്റെ ഇഞ്ചീൽ പറയാൻ വേണ്ടി മാത്രം വന്നതല്ല, ശേഷം ഒരു റസൂല് വരുന്നുണ്ട്, ആ റസൂലിന്റെ സുവിശേഷ വാർത്ത അറിയിക്കാനും കൂടിയാണ് ഞാൻ വന്നത്. ആ റസൂലിനെ ആകാശ ലോകത്ത് വിളിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ നാമമാണ് ഇസ്മുഹു അഹ്മദ്. അതും പരിചയപ്പെടുത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഇഞ്ചീലിലൂടെയും തൗറാത്തിലൂടെയും ഏറെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഖുർആൻ അത് രണ്ടും പ്രത്യേകം എടുത്തു പറഞ്ഞ് തങ്ങളെ പറ്റി വിശേഷിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ. സാധാ നബിയല്ല, തൗറയിലും ഇഞ്ചീലിലും അള്ളാഹു നേർക്ക് നേരെ പരിചയപ്പെടുത്തിയ നബിയാണ്. തൗറയും ഇഞ്ചീലൊക്കെ വായിക്കാൻ പറയും, വായിച്ചോളൂ. നിങ്ങൾ കണ്ട തൗറാത്തും നിങ്ങൾ കണ്ട ഇഞ്ചീലും അല്ല. എന്നിട്ട് ഒരു തൗറാത്തും ഇഞ്ചീലും വായിക്കുമ്പോൾ 30,000 ആളുകൾ ഇങ്ങോട്ട് വരും. ഇതിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു മഹ്ദിമാം വഴി കാണിച്ചു കൊടുക്കുക. അവിടെയാണ്, ഇവിടുന്ന് ഒഴിച്ചെടുക്കി. അതങ്ങളെ കാണണമെങ്കിലുള്ള ഒരു കാഴ്ചപ്പാട് വേണ്ടേ? അപ്പൊ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ടും വിശ്വാസത്തുനിന്ന് പിന്തിരിയുന്ന ആൾക്കാർ പിന്നെ വരും. അത് മറ്റാള് വരും, ദജ്ജാല്. അയാൾ അത്ഭുത സിദ്ധിയില് ഇവിടൊക്കെ ഇങ്ങനെ റെഡിയായി നിന്ന് ശരിക്കും ഇങ്ങോട്ട് ഈമാൻ ഉറക്കാത്ത കുറെ ആൾക്കാരില്ലേ, അയാൾ അത്ഭുതങ്ങളിലും മറ്റുമൊക്കെ വീണ്ടും അങ്ങോട്ട് പാഞ്ഞു പോകും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമി മൊത്തം ജനങ്ങളൊക്കെ ഹലാലും ഹറാമും മനസ്സിലാക്കി ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടെ ഭരിക്കും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ ജാഫറുൽ ബാഖിർ റളിയല്ലാഹു അൻഹു അഹ്ലുൽ ബൈത്തിൽ വലിയൊരു മഹാനാണ്. മഹാനവറുകൾ പറഞ്ഞു, ഈ ദീൻ കാര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രായമുള്ള ഒരു കുട്ടി കൈകാര്യം ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള അള്ളാഹു വലിയ ഇൽമ് നൽകി അനുഗ്രഹിച്ച ഒരു കുട്ടി വരും എന്നവര് പറഞ്ഞു. ഏറ്റവും ചെറിയ ചെറുപ്പക്കാരൻ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു 7 വർഷമാണ് ഭരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതെപ്പോഴാണ് തുടങ്ങുന്നത്? ചില മഹാന്മാരൊക്കെ എഴുതി വെച്ചു 30-ന്റെയും 40-ന്റെയും ഇടയിലാണ്. ചിലർ ആകെയുള്ള പ്രായം 40 എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ തന്നെ, യുവത്വത്തിന്റെ ചുറുചുറുക്കിൽ തന്നെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്ന് വിശദീകരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. നല്ല ഉയർന്ന ഒരേ രൂപത്തിൽ പൊക്കമുള്ള നല്ല സൗന്ദര്യമുള്ള യുവാവ്, യസീലു ശഅറുഹു വലാ മൻകിബൈ, മുടിയൊക്കെ ഇങ്ങനെ ചുമലിലേക്ക് ഇങ്ങനെ കുറച്ച് താഴ്ന്നിട്ടുണ്ടാകും. യഅലു നൂറു വജ്ഹിഹി സവാദ ശഅരിഹി, മുടിയുടെ കറുപ്പിനേക്കാൾ മുഖത്തിന്റെ പ്രകാശം മുകളിൽ ഉണ്ടാകും. കറുത്ത മുടിയല്ല കൂടുതൽ പ്രകാശിക്കുന്നത്, മുഖത്തിന്റെ പ്രകാശമാണ്, വല്ലാത്ത പ്രകാശം. സവാദ് ശഅരിഹി വലിഹിയത്തി വറസിഹി, 3 ഭാഗത്തെയും മുടി കറുത്തിട്ടാണ്, നന്ന ചെറുപ്പാണ്. പക്ഷേ അതിനേക്കാളും മറികടക്കുന്ന പ്രകാശമാണ് അവിടുത്തെ മുഖത്തുണ്ടാവുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചത് കാണും. അപ്പൊ ആ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവുമായി ബന്ധപ്പെട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ മുന്നറിയിപ്പ് നൽകി. ഏറ്റവും നല്ല സന്തോഷമുള്ള കാലം, ജനങ്ങൾക്ക് ജീവിക്കാൻ ഏറ്റവും നല്ല സന്തോഷവും സംതൃപ്തിയുമുള്ള കാലം, ആകാശത്തും ഭൂമിയിലുള്ള ആളുകൾ ഇത്ര സന്തോഷിക്കുന്ന ഒരു കാലം വേറെയില്ല എന്ന് ജനങ്ങളൊക്കെ കാത്തിരിക്കുന്ന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പഠിപ്പിച്ചു. നമ്മളത് ചുരുക്കി ഒന്ന് വിവരിച്ചതാണ്. കൂടുതലായി പഠിക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവിനോടനുബന്ധിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഈ ഉമ്മത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി
പേരയുടെ കൂടെ നിന്നുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി, അതിന്റെ പ്രസരണത്തിന് വേണ്ടി കഴിവിന്റെ പരമാവധി അധ്വാനിക്കുകയും വേണ്ട സേവനങ്ങളൊക്കെ നിർവഹിക്കുകയും അതോടൊപ്പം ഈ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ സഹായിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളും അവസ്ഥകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് അടുത്തു വരുന്ന ചർച്ചകളിൽ ആ വിഷയങ്ങളൊക്കെ പറയാം. ഈസാ നബി അലൈഹിസ്സലാം കുറച്ചു ഉടനെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്ന് ഏറെ വൈകാതെ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന വിഷയങ്ങളൊക്കെ നാളത്തെ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് പൂർണ്ണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം ഇൽമു പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് പകർത്തിക്കൊടുക്കാനും മറ്റുള്ള ആളുകൾക്ക് അത് ബോധ്യമായ ജീവിതത്തിൽ അമൽ ചെയ്യാനും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 2-3 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ.